നമ്മൾ പോകുന്നത് ഒരു റെയിൽവേ മ്യൂസിയത്തിലോട്ടാണ്. പഴയ കാലത്തെ ട്രെയിനുകളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജീസിലുള്ള പുതിയ ട്രെയിനുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? SC മാഗ്ലവ് ആൻഡ് റെയിൽവേ പാർക്ക് എന്നാണ്. മാഗ്ലവ് ട്രെയിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയിട്ടുള്ള ട്രെയിനാണ് മാഗ്ലവ് ട്രെയിനുകൾ. ചക്രമൊന്നും ഇല്ലാണ്ട് നിലം തൊടാണ്ട് പറന്നു പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലവ് ട്രെയിനുകൾ. ഏകദേശം വിമാനം പോലെ തന്നെ ഇരിക്കും. ചൈനയിലൊക്കെ ഇപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 2015 റെക്കോർഡ് അനുസരിച്ച് ജപ്പാനിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന മാഗ്ലവ് ട്രെയിൻ ഉള്ളത്. അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തൊട്ടപ്പുറത്ത് കാണിക്കുന്നത് ഇപ്പോൾ കാണുന്ന ആ ഷേപ്പിലുള്ളതാണ് കേട്ടോ മാഗ്ലവ് ട്രെയിൻ്റെ ഒരു പ്രോട്ടോടൈപ്പാണ് ഇവിടെ ഉള്ളത്. ജപ്പാനിൽ അത് ഓടി തുടങ്ങിയിട്ടില്ല. പബ്ലിക്കായിട്ട് എല്ലാവർക്കും നമുക്ക് പോകാൻ പറ്റുന്ന രീതിക്ക് ഓടി തുടങ്ങിയിട്ടില്ല. അവരുടെ ടെസ്റ്റ് റൺ ചെയ്തിട്ട് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. 603 കിലോമീറ്റർ ഒരു മണിക്കൂറിനകത്ത് ഇവർക്ക് സ്പീഡിൽ ഓടാൻ പറ്റും. ഇതാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഓടുന്ന ട്രെയിൻ. പക്ഷേ ഇത് പബ്ലിക്കിന് അവൈലബിൾ അല്ല. നമുക്ക് ടിക്കറ്റ് ഒന്നും എടുത്ത് പോകാനായിട്ടില്ല. 2027 ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ടോക്കിയോ മുതൽ നഗോയ വരെ മാഗ്ലവ് ട്രെയിൻ 2027 ആകുമ്പോഴേക്കും വരും. ഈ ട്രെയിനുകൾക്ക് മാഗ്ലവ് എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നതിനകത്തു നിന്നാണ് വന്നിരിക്കുന്നത്. മാഗ്നറ്റ് നമുക്ക് ഓൾറെഡി അറിയാം. കാന്തം എന്ത് ചെയ്യും? സെയിം ആയിട്ടുള്ള ധ്രുവങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അകന്നു പോകും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ധ്രുവങ്ങളെ വെക്കുന്നെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ലെവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവിനെയാണ് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ മാഗ്ലവ് ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ റെയിലിൽ ചക്രമൊന്നുമില്ലല്ലോ, റെയിലല്ല പോകുന്നത്. റെയിലിൽ നിന്ന് കുറച്ചൊരു അകലം പൊങ്ങിയിട്ട് അന്തരീക്ഷത്തിലാണ് ഇത് പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ഒരാൾക്ക് 1000 yen ഈ മ്യൂസിയത്തിനകത്തോട്ടുള്ള എൻട്രൻസ് ഫീസ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 550 രൂപ വരും. ഇതിനകത്ത് കയറി വരുമ്പോൾ തന്നെ പണ്ടത്തെ ആയിട്ടുള്ള സ്റ്റീം ലോക്കോമോട്ടീവ് ട്രെയിനും അതുപോലെ തന്നെ ഷിൻകാൻസനും പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാഗ്ലവ് ട്രെയിനും ആയിരുന്നു ഫസ്റ്റ് കയറി വരുന്ന സമയത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പിന്നെയും കുറേ ട്രെയിനുകളുണ്ട്. പണ്ട് കാലത്തുള്ള ട്രെയിനിൻ്റെ കോച്ചുകൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ കാണാൻ പറ്റുന്നത്. ചില പഴയ ട്രെയിനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. കാരണം അത് നശിപ്പിച്ച് നമ്മൾ കേടുവരുത്തും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ബാക്കിയുള്ള ട്രെയിനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അകത്തുകൂടെ കയറി നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ചിലതിൻ്റെ സീറ്റിലൊക്കെ ഇരിക്കാനുള്ള പെർമിഷൻ ഉണ്ട്. കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ചിലതിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രെയിനിനകത്ത് ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഷിൻകാൻസൻ ട്രെയിനൊക്കെ സിമുലേറ്ററിനകത്ത് ഓടിച്ചു നോക്കാൻ പറ്റും. അതുപോലെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്നത് ഈ ഷിൻകാൻസൻ്റെയും അതുപോലെ തന്നെ ട്രെയിനിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ബോക്സിലാണ്. കുട്ടികൾക്കും വലിയവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. എല്ലാ സീരീസ് ഓഫ് ബുള്ളറ്റ് ട്രെയിനൊക്കെ ഇവർക്ക് അറിയാം. അതുകൊണ്ട് ഇവർക്കൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരിക്കും. ട്രെയിനിൻ്റെ ഓരോ സീരീസും വാങ്ങിച്ച് ഇവർ കളക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാം കോസ്റ്റ്ലിയാണ്. എങ്കിലും ഇവിടെ ഉള്ളവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല. അവരെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് വാങ്ങിക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. കുട്ടികൾ എങ്ങനെയാണ് റെയിൽ ചേഞ്ച് ചെയ്യുന്നത് അതൊക്കെ ചെയ്ത് നോക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ അല്ലെങ്കിൽ വേറെ സാധാ ട്രെയിനുകളുടെ വീല് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ അതൊക്കെ കാണാൻ പറ്റും. പിന്നെ മിക്കതും ജാപ്പനീസിലായതുകൊണ്ട് നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. ജപ്പാനിലെ ടോക്കിയോ മുതൽ ഒസാക്ക വരെ ട്രെയിൻ ഓടുന്നതിൻ്റെ ഒരു മിനിയേച്ചർ വീഡിയോ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം ട്രെയിനൊക്കെ എങ്ങനെയാണ് ഓടുന്നത്, ബുള്ളറ്റ് ട്രെയിനും JR ട്രെയിനും ഒക്കെ എങ്ങനെയാണ് ഓടുന്നതെന്നൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു സ്ഥലത്തിനെ ചെറിയൊരു മിനിയേച്ചർ ആക്കിയിട്ട് കുറച്ച് സ്ഥലത്ത് കാണിച്ചിരിക്കുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ജപ്പാനിലെ നഗോയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റെയിൽവേ മ്യൂസിയം ഇരിക്കുന്നത്. ജപ്പാനിൽ തന്നെ ഒരുപാട് റെയിൽവേ കമ്പനീസ് ഉണ്ട്. ഹാൻക്യൂ, ഹാൻഷിൻ, JR എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്തുള്ള JR എന്ന് പറയുന്ന ഈ റെയിൽവേ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. JR എന്ന് പറയുന്ന കമ്പനീൻ്റെ ഈ സെൻട്രൽ ജപ്പാൻ റെയിൽവേ എന്ന് പറയുന്നതിനെയാണ് JR എന്ന് പറയുന്നത്. അവർ തന്നെയാണ് ഈ മാഗ്ലവ് ട്രെയിൻ ഇറക്കാൻ പോകുന്നത്. ജപ്പാനിൽ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ റെയിൽവേ മ്യൂസിയം. ഇതിനകത്ത് തന്നെ ഫുഡൊക്കെ ഉണ്ട്. പക്ഷേ ജാപ്പനീസ് ഫുഡ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. വേറെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്തില്ല. 2 ഫ്ലോറിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം മുകളിലത്തെ ഫ്ലോറിൽ ഫുഡൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ഈ ട്രെയിനൊക്കെ കാണാൻ പറ്റും. കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഏരിയയും എല്ലാം തന്നെ അവൈലബിൾ ആണ്. പിന്നെ വീൽ ചെയർ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ വാഷ്റൂമും വെൻഡിങ് മെഷീൻസും പിന്നെ ഡയപ്പർ ചേഞ്ചിങ്ങും ഫീഡിങ് റൂമും എല്ലാം തന്നെ അവൈലബിൾ ആണ്.